ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അസാധ്യ ടേസ്റ്റുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു സ്പൂണ് നല്ല ചൂട് ചോറിൻ്റെ മേലെ ഇട്ട് കുഴച്ചങ്ങ് കഴിക്കുമ്പോഴല്ലോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. വളരെ കുറച്ച് കറി മതി നമുക്ക് ഒത്തിരി ചോറുണ്ണാനായിട്ട്. അതുപോലെ തന്നെ സവാള തക്കാളി ഒന്നും വേണ്ട. അപ്പോൾ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയാം. അപ്പോൾ നമുക്ക് വേഗം എങ്ങനെ ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. അതിന്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാൻ ഇവിടെ 2 വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഒത്തിരി വലുതല്ല കേട്ടോ, ചെറിയ 2 വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചിട്ട് അവിടെ മാറ്റി വെക്കാം. മിക്സിയിലിട്ട് അരക്കേണ്ട, കല്ലിലിട്ട് കുത്താണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അത് അവിടെ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ അവിടെ ഒരു മിക്സി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതേ തൈര് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ്. അപ്പം ഞാനൊരു നല്ല കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് കാശ്മീരിയാണ് എടുത്തിട്ടുള്ളത്. 3-3.5 ടീസ്പൂൺ ഏകദേശം എടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് നിങ്ങളുടെ ആ ഒരു ഇതിനനുസരിച്ച് നോക്കിയെടുത്ത് ഇച്ചിരി എരിവ് വേണം കേട്ടോ, ഇതെന്നാലേ ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല കുഴമ്പ് പരുവത്തിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇത് നമ്മൾ കുറച്ച് എരിവിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു സ്പൂണൊക്കെ വെച്ച് നമുക്ക് ഒത്തിരി ചോറ് കഴിക്കാൻ പറ്റുക. കാരണം നല്ല എരിവുണ്ടെങ്കിൽ കഴിക്കാൻ അത്രയും കുറച്ച് കറിയേ വേണ്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതവിടെ മാറ്റി വെക്കാം. അപ്പം ഞാനിവിടെ ഒരു ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ചട്ടി തന്നെ വേണമെന്നില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കോക്കനട്ട് ഓയിൽ, നമ്മൾ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്, അതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എണ്ണ കുറച്ച് കൂടുതൽ വേണം. ഞാൻ പക്ഷെ ഒത്തിരി ഒന്നും എടുത്തിട്ടില്ല, 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടില്ല. കൂടുതൽ എണ്ണ ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ അത്ര പെട്ടെന്നൊന്നും കേടാവില്ല, 2-3 ദിവസം ഇരിക്കും. അപ്പോൾ അത് ചൂടാകുമ്പോൾ നമ്മൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉഴുന്ന്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, അപ്പോൾ ഇത് 3 ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഈ എണ്ണയിൽ ഇതൊന്ന് മൊരിച്ചെടുക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എണ്ണ കുറച്ച് കൂടുതൽ എടുക്കുന്നത് പെട്ടെന്ന് ഇതൊന്ന് മൊരിയാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എണ്ണ നിങ്ങൾക്ക് എടുക്കുന്നതിന് കുഴപ്പമില്ലെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്തോളൂ, ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം ഞാൻ എന്തായാലും 1.5 ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തൈരിൻ്റെയും മുളകിൻ്റെയും ഒക്കെ ആ കൂട്ടുണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുള്ളതാണ്. പിന്നെ ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഒന്ന് വേണമെങ്കിൽ നോക്കിയിട്ട് ഇച്ചിരി കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കുക. ഒരു 5-8 മിനിറ്റ് നന്നായിട്ട് വേവുമ്പോഴേക്കും ഇതൊന്ന് കുറുകി വരും. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം കട്ടിയിൽ വേണം അത്രയും കട്ടിയിൽ ചെയ്യുക. ഇന്ന പോലെ വേണം അങ്ങനെയൊന്നുമില്ല, കുറച്ച് ലൂസായിട്ട് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഞാൻ ഇച്ചിരിയും കൂടി ഒന്ന് കട്ടിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നമ്മൾ ഒഴിച്ചിട്ടുള്ള വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ മേലെ ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ വായിൽ സത്യം പറഞ്ഞാൽ വെള്ളം വരും. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ മീനും ചിക്കനൊക്കെ എപ്പോഴും കഴിക്കുന്നവർക്ക് ഇങ്ങനത്തെ കറി ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കറികളൊക്കെ കഴിച്ച് ശീലമുള്ളവർക്ക്, ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. 100% നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇതേ നമ്മുടെ കറി ഇവിടെ സെറ്റായി. പിന്നെ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറിയും കൂടിയാണ് കേട്ടോ, അതാണ് ഞാൻ നിർബന്ധിക്കുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.